ഹലോ ഗായ്സ്, ഞാൻ ഇപ്പം ഒന്ന് അഞ്ചിലോട്ട് പോകണം. അഞ്ചിലോട്ട് പോകുന്നതിന് ഒരുങ്ങുന്നിടയിൽ ഞാൻ ഈ ലിപ്സ്റ്റിക്കിന് ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു രീതി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങളടുത്ത് കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ ലിപ്സ്റ്റിക്കിന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടേ ഉള്ളൂ, ചെറിയൊരു രീതിയിൽ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് പുള്ളിക്കാരൻ എനിക്ക് ടെസ്റ്റർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കി കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഗ്ലോസ് ആയിട്ട് എനിക്ക് ഫീൽ. അപ്പം ഞാൻ ചോദിച്ചു ഇത് ഗ്ലോസ് ആണോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല, ലിപ്സ്റ്റിക്കാണ്, ഇട്ടെന്ന് അറിയേയില്ല. ആക്ച്വലി എനിക്ക് ചോദിക്കണം, ഇട്ടൊന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ ലിപ്സ്റ്റിക് എന്തിനാ. അപ്പോൾ ഞാൻ അത് ചോദിച്ചില്ല. പക്ഷേ എനിക്ക് ഗ്ലോസി ടൈപ്പ് അപ്പം ആണെന്ന് തോന്നിയോണ്ട് ഞാൻ പിന്നെയും 2-3 ചോദിച്ചത് ഗ്ലോസ് ആണോ അപ്പം പുള്ളിക്കാരൻ ഓൾറെഡി പറയായിരുന്നു ഗ്ലോസി ടൈപ്പ് ലിപ്സ്റ്റിക് ആണ്. പുള്ളിക്കാരൻ അത് പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു ഇല്ല, ലിപ്സ്റ്റിക് തന്നെയാണ്, മേബിലിന്റെ സൂപ്പർ സ്റ്റാർ ലിപ്സ്റ്റിക് ആണ്, ഇതാകുമ്പോൾ സേഫ് ആണ്, പെട്ടെന്നൊന്നും പോകത്തില്ല, ദിവസം മൊത്തം നിൽക്കും, അടിപൊളിയാണ് എന്നൊക്കെ. ആദ്യം ലിപ്സ്റ്റിക് ഏതെന്ന് പറയാം. മേബ്ലിൻ ന്യൂയോർക്കിന്റെ വിനൈൽ സൂപ്പർ സ്റ്റാർ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 170 അൺഅഫ്രൈഡ് എന്നൊരു ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ഒറ്റ ഡിപ്പിൽ നമ്മൾ തേക്കുകയാണെങ്കിൽ വലുതായിട്ട് അറിയത്തൊന്നുമില്ല. എനിക്ക് ഇത്രയും ലൈറ്റ് ആയിട്ടുള്ളത് ഇഷ്ടമല്ല. അപ്പം എനിക്ക് കുറച്ചുകൂടി വേണം. അപ്പം ഞാൻ ഷെയ്ക്കാക്കി ഇടും. പക്ഷേ ആക്ച്വലി എനിക്ക് ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ 700-800 ഇടയിൽ നിൽക്കുന്ന ഒരു റേറ്റാണ് ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു റേറ്റിന് ഇത് വോർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സംഭവം ഇതിനകത്ത് നിറച്ചില്ലെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഡ് പാക്കറ്റ് തന്ന പോലെ എനിക്കൊരു ഫീല്. കാരണം അത്രയും കുറവായിരുന്നു ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിന് എനിക്ക് ഫീൽ ചെയ്തതാണോ അത് ഞാൻ ഇനി യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. ആക്ച്വലി ആ ഒരു റേറ്റിന് ഈ ലിപ്സ്റ്റിക്ക് വോർത്താണെന്ന് എനിക്ക് തോന്നിയില്ല. ഷെയ്ഡും അതിൻ്റെ ഗ്ലോസി ടൈപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്റ്റിക്കിയാണ്. എല്ലാവരും നല്ല റിവ്യൂ ആണ് ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒരു മോശം അഭിപ്രായം ഞാൻ ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു റേറ്റ് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ച് മറ്റുള്ള ലിപ്സ്റ്റിക്കിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര വോർത്തായിട്ട് തോന്നിയില്ല. അതിൻ്റെ കൂടെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് പുള്ളിക്കാരൻ ചോദിച്ചെങ്കിൽ എനിക്ക് തന്നത് ഈ ഷെയ്ഡാണ്. എന്നാലും ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ നിറച്ച് വാരി ഇടാറില്ല, കാരണം അങ്ങനെ വരാറില്ല. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇടാറേ ഉള്ളൂ. ഷെയ്ഡ് എനിക്ക് ഓക്കെയാണ്, പക്ഷെ ആ ഒരു വിലയ്ക്ക് ഓർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ച കടയിൽ നിന്ന് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഗ്ലോസി ടൈപ്പാന്ന് പറഞ്ഞില്ല. ആ ടെസ്റ്റർ തീർന്നിരിക്കുവാണ്, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വിലയ്ക്ക് പുറത്തല്ല. അപ്പം നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കാം കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിയിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.